ഹലോ അസ്സാം വലൈക്കും. 2 ദിവസം മുന്നില്ലേ നമ്മളൊന്ന് രാത്രി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിനെ. അപ്പോൾ കുറച്ച് അന്നത്തെ ചെറിയ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അന്ന് പോയ ദിവസം വൈകുന്നേരം ഭയങ്കര മഴയേനു ഇവിടെ. എന്താ പറയുക, ഭയങ്കരമായിട്ട് കാറ്റും മഴയും അങ്ങനെയുള്ള നല്ലൊരു മഴയേനു. അങ്ങനെ കറണ്ടെല്ലാം പോയി. അങ്ങനെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനും ഉമ്മയും അതുപോലെ അനിയത്തിയും അവളുടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് അനിയത്തീൻ്റെ ഹസ്ബൻഡിനൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, നല്ല മിന്നലും ഇടിയെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ എണ്ണയെല്ലാം അടിച്ച് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന്. അവിടെ നിർത്തിയിട്ട് അങ്ങനെ ഇതാക്കാനൊന്നും പറ്റില്ല, അത്രയും നല്ല മഴയേനു. അങ്ങനെ കുറേ കഴിഞ്ഞ് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, എവിടെയോ എത്തിയാലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി, ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ആണെങ്കിലോ ഭയങ്കര തിരക്ക്, കാല് കുത്താൻ വരെ സ്ഥലമില്ല. അങ്ങനെ നല്ല തിരക്കുള്ളൊരു ഹോട്ടലിന്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സീറ്റെല്ലാം അവർ അറേഞ്ച് ചെയ്ത് തന്നേ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അൽഫാമും പൊറോട്ടയും അതുപോലെ കുബൂസേനും. 2 ഫുൾ അൽഫാമും പൊറോട്ടയും കുബൂസും. ട്രെയിനിൻ്റെ സമയം 9:45. അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ച് കഴിയുമ്പം തന്നെ നല്ല ലേറ്റായിന്. കാരണം കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് സമയം തന്നെ എടുത്തിന്. പിന്നെ അതുപോലെ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അൽഫാമിന് നോർമലായിട്ടുള്ള അൽഫാം നമ്മൾ വാങ്ങിയത്. അവിടെ പെരി പെരി അതുപോലെ കാന്താരി, അങ്ങനെ നോർമലായിട്ടുള്ള എല്ലാത്തരം ടൈപ്പും അൽഫാമും ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീമും വാങ്ങി, അതെല്ലാം വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ച്. പിന്നെ മോനിങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൻ്റെ ഐസ്ക്രീം ഫുൾ ഓൻ്റെ ഷർട്ടിൽ തന്നെ പറഞ്ഞ് ഫുള്ളായിട്ട് അവനൊന്ന് കൊളാക്കി തന്നിട്ടുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസൊന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുന്നത് അവിടെ പോകുന്ന അത്രയല്ലേ ഉള്ളൂ, അവരെ ഡ്രോപ്പ് ചെയ്യുന്നത്, അങ്ങനെ വീട്ടിലെത്തുന്നത് അത്രയേ ഉള്ളൂ. അങ്ങനെ സ്റ്റേഷനിലെത്തി അവരൊക്കെ ബൈ എല്ലാം പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അനിയത്തിൻ്റെ മോന് ബാപ്പാന്ന് വിളിച്ചിങ്ങനെ ബേക്കിലേക്ക് ഇങ്ങനെ കരഞ്ഞോണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവനെ ഓടിപ്പോയിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എപ്പോൾ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.